ലേൺ എഫിഷ്യന്റ് ഫാർമക്കോളജി മലയാളം ഫാർമക്കോകിനറ്റിക്സ് പാർട്ട് 12 റീനൽ എക്സ്ക്രീഷൻ ഒരു റിയൽ ലൈഫ് സ്റ്റോറി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഗ്ലോമുറുലർ ഫിൽട്രേഷനും ട്യൂബുലർ സെക്രീഷനും ട്യൂബുലർ റീഅബ്സോർപ്ഷനും ഒരു ഡ്രഗിൻ്റെ റീനൽ എക്സ്ക്രീഷനിൽ ഉള്ള റോളാണ്. ഈ വീഡിയോയിൽ ഇതിന് എക്സാമ്പിളായിട്ട് ഒരു റിയൽ ലൈഫ് സ്റ്റോറി നമുക്ക് കാണാം. ഇത് പ്രോബെനസിഡ് എന്ന ഡ്രഗിൻ്റെ കഥയാണ്. എങ്ങനെയാണ് ഈ ഡ്രഗ് ബാൻ ചെയ്യാൻ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചത് എന്നതിൻ്റെ കഥ. പ്രോബെനസിഡ് ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇതൊരു പെർഫോമൻസ് എൻഹാൻസർ ഒന്നുമല്ല. പിന്നെ എന്തിനാണ് ഇത് ബാൻ ചെയ്തത്? കഥ തുടങ്ങുന്നത് നോർവേയിൽ നിന്നും ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തുന്ന ചില ഒഫീഷ്യൽസ് 1987 ഏപ്രിലിൽ US-ൽ എത്തുന്നതോടുകൂടിയാണ്. അവരുടെ ഉദ്ദേശം ഒരു സർപ്രൈസ് ഡോപ്പിംഗ് ടെസ്റ്റ് 6 നോർവീജിയൻ അത്ലീറ്റ്സിൽ നടത്താനാണ്. ഡാലസ് ടെക്സസിലുള്ള സദേൺ മെത്തഡിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം ചെയ്യുകയായിരുന്നു ഇവർ. ഡോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പല ഡ്രഗ്സും മെറ്റാബോളൈറ്റ്സും കിഡ്നിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് യൂറിൻ സാമ്പിൾ അത്ലീറ്റ്സ് ഇത്തരം ഡ്രഗ് യൂസ് ചെയ്തു എന്നുള്ളതിന് തെളിവാണ്. 6 അത്ലീറ്റുകളിൽ ഒരാൾ മാത്രമാണ് ഒഫീഷ്യൽസിനോട് പൂർണ്ണമായി സഹകരിച്ചത്. ഒഫീഷ്യൽ വന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും ഒരാൾ സ്ഥലം വിട്ടു. ഒടുവിൽ ഒരുപാട് സമയം കഴിഞ്ഞാണ് അയാളും മറ്റ് 4 പേരും അവരുടെ യൂറിൻ സാമ്പിൾ കൊടുത്തത്. ഈ സാമ്പിളുകൾ ലണ്ടനിലെ കിങ്സ് കോളേജിലുള്ള ലാബിൽ അനലൈസ് ചെയ്തപ്പോൾ ഒരേ ഒരു സാമ്പിളിൽ മാത്രമാണ് മെത്താൻഡൈനോൺ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് നിരോധിക്കപ്പെട്ട ഒരു ആനബോളിക് സ്റ്റീറോയിഡാണ്. ആനബോളിക് സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ ആനബോളിക് ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് അത്ലറ്റിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. പ്രധാനമായും സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നതാണ് ഈ ഡ്രഗ്സ് ചെയ്യുന്നത്. ഒരു യൂറിൻ സാമ്പിൾ പോസിറ്റീവ് ആയത് ഒരു അത്ലീറ്റ് ഈ ഡ്രഗ് യൂസ് ചെയ്തു എന്നതിൻ്റെ പ്രൂഫാണ്. വേറെ ഒരു സാമ്പിളിലും മെത്താൻഡൈനോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഒരാൾ പെട്ടെന്ന് സ്ഥലം വിട്ടതും 5 പേരും സാമ്പിൾ കൊടുക്കാൻ വളരെ വൈകിയതും? ഡ്രഗ്സിൻ്റെ റീനൽ എക്സ്ക്രീഷനെ പറ്റിയുള്ള വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെയാണ് നോർവീജിയൻ ഒഫീഷ്യൽസ് ഒരു എപ്പിക് ഡോപ്പിംഗ് സ്കാൻഡൽ പുറത്തു കൊണ്ടുവന്നത് എന്ന് കാണാം. മെത്താൻഡൈനോൺ കണ്ടുപിടിച്ചത് കൂടാതെ ലാബ് റിപ്പോർട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലൂ കൂടി ഉണ്ടായിരുന്നു. 6 സാമ്പിളിൽ 5 എണ്ണത്തിനും സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരുന്നു. അതായത് ഈ യൂറിൻ സാമ്പിൾസ് ഡൈല്യൂട്ട് ആയിരുന്നു എന്നർത്ഥം. ഇത് കൂടുതൽ സംശയത്തിനിടയാക്കി. യൂറിൻ ഡൈല്യൂട്ട് ചെയ്താൽ അതിൽ ഡ്രഗും മെറ്റാബോളൈറ്റും ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മരുന്ന് ഉപയോഗിച്ചത് കണ്ടുപിടിക്കാതിരിക്കാൻ അത്ലീറ്റ്സ് കുറെ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ സാമ്പിളിൽ വെള്ളം ആഡ് ചെയ്യുകയോ ചെയ്യാം. ഡയൂററ്റിക് മരുന്നുകൾ കഴിച്ചാലും യൂറിൻ ഡൈല്യൂട്ട് ആകാം. പക്ഷേ ഡോപ്പിംഗ് ടെസ്റ്റുകൾ ഡയൂററ്റിക്സിനും സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇവിടെ വേറെ ഒരു ഡ്രഗും കണ്ടുപിടിക്കാത്തത് കാരണം ആ പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരാൾ മാത്രമാണ് മെത്താൻഡൈനോൺ ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുള്ളത്. ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മറ്റ് 4 പേരും സാമ്പിൾസ് കൊടുക്കുന്നത് വൈകിപ്പിച്ചത്? എന്തുകൊണ്ടാണ് അവരുടെയും യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായത്? ഇനി അവരും മെത്താൻഡൈനോൺ ഉപയോഗിക്കുകയും എന്നാൽ എന്തോ കാരണം കൊണ്ട് യൂറിൻ സാമ്പിളിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതുമാണെങ്കിലോ? ഇനി എങ്ങാനും അവർ ശരിക്കും മെത്താൻഡൈനോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗിൻ്റെ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കാരണം ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് സപ്രസ്ഡ് ആകും. ഇത് ബോഡിയിലെ നാച്ചുറൽ ആൻഡ്രോജൻസിൻ്റെ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ യൂറിനിൽ നാച്ചുറൽ ആൻഡ്രോജൻസിൻ്റെയും മെറ്റാബോളൈറ്റ്സിൻ്റെയും എക്സ്ക്രീഷൻ കുറയും. ഇത് ഒരു നോർവീജിയൻ ലാബിൽ ടെസ്റ്റ് ചെയ്തു. ഡോപ്പിംഗ് ടെസ്റ്റുമായി എല്ലാ തരത്തിലും സഹകരിച്ച ആത്ലീറ്റിൻ്റെ യൂറിൻ സാമ്പിളിലെ നാച്ചുറൽ ആൻഡ്രോജൻ മെറ്റാബോളൈറ്റ്സിൻ്റെ കോൺസെൻട്രേഷൻ നോർമലായിരുന്നു. പക്ഷേ മറ്റ് 5 പേരുടെയും കോൺസെൻട്രേഷൻ വളരെ ലോ ആയിരുന്നു. പക്ഷേ യൂറിൻ ഡൈല്യൂട്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞതായിക്കൂടെ? ആകാം. പക്ഷേ യൂറിൻ ഡൈല്യൂഷൻ കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കുറവായിരുന്നു സാമ്പിളിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻസ്. അതുകൊണ്ട് ഈ ഫൈൻഡിങ് ആനബോളിക് സ്റ്റീറോയിഡ്സ് ഉപയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. പക്ഷേ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂറിനിൽ കാണേണ്ടതല്ലേ? ഈ ചോദ്യത്തിന് അപ്പോഴും ഒരു ഉത്തരമില്ലായിരുന്നു. നോർവീജിയൻ ലാബിൽ ആനബോളിക് സ്റ്റീറോയിഡ്സ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു അൺനോൺ കോമ്പൗണ്ട് ഈ 5 സാമ്പിൾസിലും ലാർജ് കോൺസെൻട്രേഷനിൽ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു.
സഹകരിച്ച അത്ലീറ്റിന്റെ സാമ്പിളിൽ ഈ കോമ്പൗണ്ട് ഉണ്ടായിരുന്നതും ഇല്ല. ഈ കോമ്പൗണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചേ തീരൂ എന്ന് ഒഫീഷ്യൽസ് ഉറപ്പിച്ചു. അതിനായിട്ട് അവർ യൂറിൻ സാമ്പിൾസ് ജർമ്മനിയിലെ കൊലോണിലുള്ള ഡോപ്പിംഗ് എക്സ്പെർട്ട് മാൻഫ്രെഡ് ഡോണിക്കയുടെ ലാബിലേക്ക് അയച്ചു. അവിടെ ചില സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് ഉപയോഗപ്പെടുത്തി ഈ കോമ്പൗണ്ട് 4-ഡൈപ്രോപ്പിൽ സൾഫമോയിൽ ബെൻസോയിക് ആസിഡ്, അതായത് പ്രോബെനസെഡ് ആണെന്ന് തിരിച്ചറിഞ്ഞു. പ്രോബെനസെഡ് ഒരു ആനയോണിക് ഡ്രഗ് ആണ്. ഇത് പ്രധാനമായും കിഡ്നിയിലെ ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടേഴ്സ് വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. മെഥാൻഡൈനോണിൻ്റെ മെറ്റാബോളൈറ്റ്സും പ്രധാനമായും എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഇതേ ട്രാൻസ്പോർട്ടേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമായ അളവിൽ പ്രോബെനസെഡ് കഴിച്ചാൽ അതിന് സ്റ്റീറോയിഡ് മെറ്റാബോളൈറ്റ്സിൻ്റെ ട്യൂബുലർ സെക്രീഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ആനബോളിക് സ്റ്റീറോയിഡ് മെറ്റാബോളൈറ്റ്സ് ഒന്നും 4 യൂറിൻ സാമ്പിൾസിലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. പസിലിൻ്റെ അവസാനത്തെ പീസും കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അത്ലീറ്റ്സിൻ്റെ ആക്ഷൻ ലാബ് ഫൈൻഡിങ്സിൻ്റെ വെളിച്ചത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 5 അത്ലീറ്റ്സും ട്രെയിനിങ്ങിനിടയിൽ റെഗുലറായിട്ട് ആനബോളിക് സ്റ്റീറോയിഡ് യൂസ് ചെയ്തിരുന്നു. നോർവേയിൽ നിന്നും ഒരു ഒഫീഷ്യൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ US-ൽ വരും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും കയ്യിൽ ആവശ്യത്തിന് പ്രോബെനസെഡ് അവർ കരുതിയിരുന്നു. ഒഫീഷ്യൽ എത്തിയെന്ന് അറിഞ്ഞ ഉടനെ അവർ കുറെ അധികം പ്രോബെനസെഡ് കഴിച്ചു. എന്നിട്ട് മനഃപൂർവ്വം യൂറിൻ സാമ്പിൾ കൊടുക്കുന്നത് വൈകിപ്പിച്ചു. കാരണം ഈ സമയം കൊണ്ട് വേണം പ്രോബെനസെഡ് അബ്സോർബ് ചെയ്ത് പ്ലാസ്മയിൽ ആവശ്യത്തിന് കോൺസെൻട്രേഷനിലെത്തി കിഡ്നിയിലെ ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ. ഇത് ആനബോളിക് സ്റ്റീറോയിഡ് മെറ്റാബോളൈറ്റ്സ് റീനൽ ട്യൂബ്യൂൾസിൽ എത്തുന്നത് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ടാണ് 4 യൂറിൻ സാമ്പിളുകളിൽ മെത്താൻഡൈനോൺ ഡിറ്റക്റ്റ് ചെയ്യാഞ്ഞത്. ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യത വീണ്ടും കുറയ്ക്കാൻ അത്ലീറ്റ്സ് യൂറിൻ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇത് ചിലപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചിട്ടാകാം, അല്ലെങ്കിൽ സാമ്പിളിൽ വെള്ളം ചേർത്തിട്ടാകാം. ഇതുകൊണ്ടാണ് യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായത്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. പ്രോബെനസെഡ് കഴിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് മെത്താൻഡൈനോൺ ഒരു അത്ലീറ്റിൻ്റെ യൂറിൻ സാമ്പിളിൽ ഡിറ്റക്റ്റ് ചെയ്തത്? ആ അത്ലീറ്റ് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ പ്രോബെനസെഡ് കഴിച്ചില്ല. അതുകൊണ്ട് സ്റ്റീറോയിഡ് മെറ്റാബോളൈറ്റ്സിൻ്റെ ട്യൂബുലർ സെക്രീഷൻ ഇഫക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. നോർവീജിയൻ ഒഫീഷ്യൽസിന്റെ പെർസിവിയറൻസിന് ഫലമുണ്ടായി. അവസാനം നീതി നടപ്പിലായി. ഇവിടെ ഒരു ഗുഡ് ടു നോ ഫാക്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മസ്റ്റ് നോ ഫാക്ട് ആണ്.